കോഴിക്കോട്ടേക്കാണ്. അവിടെ ഈ കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് കാർ നിർത്താതെ പോയി. കോഴിക്കോട് പാലക്കാട് പാതയിലെ നാട്ടുക്കല്ലിലാണ് ഈ ഒരു സംഭവം നടന്നത്. കാറിനായി പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അജിത് ബാബുവിന്റെ വിവരങ്ങളുമായി. അജിത്ത്, എന്തെങ്കിലും സൂചന ലഭിക്കുന്നോ വാഹനവുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, രണ്ട് ചെറുപ്പക്കാരായിരുന്നു. അതിൽ അമൽ, രാഹുൽ എന്നിവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഈ വാഹനം അമിത വേഗതയിലെത്തി ഇവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ പോയത്. നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കാണാം. അവരെത്തിട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഈ വാഹനം നിർത്താതെ പോയി. പോലീസ് ഏതാണെങ്കിലും ഈ കാറിനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് അപകടം നടന്ന പ്രദേശത്ത് കൃത്യമായ ഒരു CCTV ഇല്ല. അവിടുന്ന് കുറച്ച് മാറിയുള്ള വിഷ്വൽസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഉൾപ്പെടെയുള്ള. പോലീസ് അതുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു സ്വിഫ്റ്റ് കാറാണെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതാണെങ്കിലും നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിനെ പിടിക്കാൻ ആളെ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഏതാണെങ്കിലും വാഹനം പോലും നിർത്താതെ കടന്നുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സേതുലക്ഷ്മി. ഓക്കെ അജിത്ത്, വ്യക്തമാണ്.